ഋഷഭ് പന്തിൻ്റെ ഇന്നലത്തെ ഇന്നിങ്സ് കണ്ടവർക്കറിയാം, അദ്ദേഹത്തിൻ്റെ ആ ഒരു ഫിംഗർ ഇഞ്ചുറി ഒട്ടും റിക്കവർ ആയിരുന്നില്ല. അപ്പോൾ ആ ഒരു പെയിൻ അദ്ദേഹത്തിന് നന്നായിട്ട് ഉണ്ടായിരുന്നു. ഓരോ ഷോട്ട് കളിക്കുമ്പോൾ ആ ഒരു പെയിൻ നമുക്ക് പോലും മനസ്സിലാവുന്ന രീതിയിലായിരുന്നു. അപ്പോൾ അദ്ദേഹം ഇത്രയും ഹാർഡ് വർക്ക് ചെയ്തിട്ട്, പ്രത്യേകിച്ചിട്ട് ഇംഗ്ലണ്ട് ബോളേഴ്സ് അദ്ദേഹത്തിന് ഷോർട്ട് ബോൾസ് എറിഞ്ഞിട്ട് ടാർഗറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. കാരണം ഈ ഫിംഗർ ഇഞ്ചുറി കാരണം അദ്ദേഹത്തിന് പൂർണ്ണമായിട്ടും ആ ഒരു സ്വിങ് ബാറ്റ് ചെയ്യാൻ സാധിക്കില്ല എന്നൊരു ഇതുകൊണ്ട് ഇംഗ്ലണ്ട് ബോളേഴ്സ് നല്ല രീതിയിൽ ഷോർട്ട് ബോൾ ടാർഗറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. എന്നിട്ടും അതിനെല്ലാം അതിജീവിച്ച് നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്തിട്ടാണ് ഇന്നലെ ഒരു ഇന്നിങ്സ് ഋഷഭ് പന്ത് പടുത്തുയർത്തിയത്. പക്ഷേ അതെല്ലാം കൊണ്ട് അവസാനം കൊണ്ട് ഒരു റണ്ണൗട്ടിൽ കൊണ്ട് കലമടച്ചു എന്നുള്ളതായിരുന്നു എനിക്ക് തോന്നിയത്. ശരിക്കും ഒരു ആവശ്യമില്ലാത്തൊരു റണ്ണൗട്ടായിരുന്നു. ഒരു ലഞ്ചിന് മുമ്പ് രാഹുലിന് ഒരു സെഞ്ചുറി തേക്കാൻ വേണ്ടിയിട്ട് എടുത്ത ഒരു റിസ്ക് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. അത് സത്യത്തിൽ ആ ഒരു റണ്ണിൻ്റെ ആവശ്യം തന്നെ ഉണ്ടായിരുന്നില്ല. അത്രയും മനോഹരമായിട്ടായിരുന്നു ഋഷഭ് പന്ത് ബാറ്റ് ചെയ്തുകൊണ്ടിരുന്നത്, ഒപ്പം രാഹുലും. പക്ഷേ ആ ഒരു നല്ലൊരു പാർട്ട്ണർഷിപ്പ് ബിൽഡ് ചെയ്ത് വരുന്ന ഒരു സമയത്ത് ആ ഒരു റണ്ണിൻ്റെ ആവശ്യമില്ല. കാരണം ലഞ്ചിന് മുമ്പുള്ള ഒരൊറ്റ ഓവറിന് മുമ്പായിരുന്നു ആ ഒരു റണ്ണൗട്ട് ഒട്ടും ആവശ്യമില്ലാത്ത കാര്യമായിരുന്നു. തീർച്ചയായിട്ടും ഞാൻ മനസ്സിലാക്കിയത് അത് രാഹുലിന് ലഞ്ചിന് മുമ്പ് സെഞ്ചുറി തയ്ക്കാൻ വേണ്ടിയിട്ട് ഋഷഭ് പന്ത് റിസ്ക് എടുത്താണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാനൊരു സെഞ്ചുറി ആയിരുന്നു ഋഷഭ് പന്തിൻ്റെ ഭാഗത്ത് പ്രതീക്ഷിച്ചത്. ആ ഒരു അത്രയ്ക്ക് മനോഹരമായിട്ടായിരുന്നു ഋഷഭ് പന്ത് ബാറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. വളരെ മെച്യൂർഡായിട്ട് ആ ഒരു സാഹചര്യത്തിനനുസരിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ ആ ഒരു ഫിംഗർ ഇഞ്ചുറിയെ അതിജീവിച്ചുകൊണ്ടായിരുന്നു അദ്ദേഹം ബാറ്റ് ചെയ്ത് കൊണ്ടിരുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു വലിയൊരു ഇന്നിങ്സ്, നല്ലൊരു സൂപ്പർ ഹാർഡ് വർക്ക് ചെയ്ത ഒരു നല്ലൊരു ഇന്നിങ്സിന് ഇങ്ങനെ ഒരു മോശം പര്യവസാനം ഉണ്ടായി എന്നുള്ളത് വളരെ സങ്കടകരമായിട്ടുള്ള കാര്യമാണ്. ഇങ്ങനെയുള്ള പോഡ്കാസ്റ്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നന്ദി.